ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ, ഒരു ആക്ടിവിസ്റ്റിന്റെ. പുള്ളിക്കാരി അതില് പല കാര്യങ്ങളെ പറ്റി നല്ല ബോൾഡ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഭയങ്കര ജനറലൈസ് ആയിട്ട് പറയപ്പെട്ടു. അത് പല ഫോൾസ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് അല്ലെ നമ്മളുടെ ഓരോരുത്തരിലേക്കും അത് എത്തിപ്പെടുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെക്സിനെ പറ്റിയിട്ടായിരുന്നു. ഓവുലേഷൻ ടൈമില് സെക്സ് എന്തോ ആസക്തി കൂടുതൽ തോന്നും, ഏതാണുങ്ങളെ കണ്ടാലും ബ്ലാ 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 അങ്ങനെ എന്തോ ബുൾഷിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞൊരു 13 വയസ്സ് മുതൽ എനിക്ക് എന്റെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഓവുലേഷൻ ടൈമിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എനിക്ക് അങ്ങനെ ഒരു ആസക്തി ഇതിനോട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്റെ ഏജിന്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചത്. ഞാൻ ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു പ്രായമുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നിനെ പറ്റിയുള്ള അഭിപ്രായമല്ല, അനുഭവങ്ങള് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ എനിക്കുള്ള അനുഭവം ആയിരിക്കത്തില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. ചില സ്ത്രീകൾക്ക് സെക്സിനോടുള്ള ആസക്തി കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് അവരുടെ ഹോർമോണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ കൊണ്ടും ഈ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഡിഫറൻറ്റും ആയിരിക്കും. ഇങ്ങനെയുള്ള ഫോൾസ് ആയിട്ടുള്ള മെസ്സേജസ് അല്ല, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പം പല ആളുകൾക്കും സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ്, ഞാൻ നോർമൽ അല്ലേ എന്നുള്ളൊരു സംശയം. നമ്മുടെ പങ്കാളി, ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ സെക്ഷൽ പാർട്ട്ണർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഷീസ് ഓൺ ഹെർ പീരീഡ് അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിലാണ് എനിക്ക് സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം കുറച്ചും കൂടി കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് നമ്മൾ അവിടേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഒരു സ്ത്രീനെ പറ്റി അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റി സംസാരിക്കുമ്പം പേഴ്സണലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ പേഴ്സണലൈസ് ചെയ്തിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. ജനറലൈസ് ചെയ്യേണ്ട കാര്യത്തിന് ജനറലൈസ് ചെയ്തിട്ടും പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.